പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ നടപടിയെടുത്തോട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആയങ്കിയെ ന്യായീകരിക്കേണ്ട ചുമതല തനിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കണ്ണൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനമൊട്ടാകെ അർജുൻ ആയങ്കിക്കായി പോലീസ് വല വിരിച്ചിരിക്കുന്നതിനിടയിലാണ് പിണറായിയുടെ പ്രതികരണം. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിൽ ആലോചന നടന്നെന്ന കെ രാഗേഷിന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. വാർത്തകളിൽ കണ്ടത് ആരോഗ്യമുള്ള ആളുകൾക്ക് പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് സാധാരണഗതിയിൽ വലിയ വിയോജിപ്പുണ്ടാവില്ല. പക്ഷേ പ്രശ്നം എന്താ, ഇവിടെ കൊടുക്കുന്നത് നേരിട്ട് പോയി അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ശേഷിയില്ലാത്ത, അങ്ങനെ ചലനശേഷി ഇല്ലാത്ത ആളുകളുണ്ട്. കുറേ പേര് പ്രായത്തിൻ്റെ വല്ലാത്ത അവശതയുള്ളവർ, ചിലർ പൂർണ്ണമായി കിടപ്പിലായി പോയവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരുടെ ആകെ പണം ഇനി ഈ പെൻഷൻ മുഴുവൻ അക്കൗണ്ടിലേക്കാണ് പോവുക എന്ന് ഒറ്റയടിക്ക് തീരുമാനിക്കുന്ന ഒരു തരത്തിലും ഭംഗിയായിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊരു പഠനം ഗവൺമെൻറ് നടത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ, ഇവരുടെ കൂട്ടത്തിൽ എത്ര പേര് ഇങ്ങനെ ഈ ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ പോയിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ളവരുണ്ടോ? അത് പഠിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. അക്കൗണ്ടിൽ നിന്നും പണം നേരിട്ടെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇവരുടെയെല്ലാം പണം അക്കൗണ്ടിലേക്ക് പോകുന്നത് നല്ലതല്ല. ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം. പഠിച്ച ശേഷം മാത്രമേ ഈ കാര്യം ചെയ്യാൻ കഴിയൂ. അങ്ങനെയൊരു പഠനം നടത്തിയിട്ടില്ല. കിടപ്പിലായവർക്ക് പെൻഷൻ വീട്ടിലെത്തിച്ച് കൊടുക്കണമെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പിണറായി പറഞ്ഞു. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത്. അവരെ ചേർത്ത് പിടിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ട്. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതെ ഇരിക്കാനും കഴിയില്ല. ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഇതുവരെയും നീക്കാത്തത് അനാസ്ഥയാണ്. പുഴയിൽ കാണാതായവരെ കണ്ടെത്തുന്നതിലും കാലതാമസം നേരിട്ടു. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്നതിലും മുൻകരുതലെടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് ജാഗ്രത ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. ഇത് പരിശോധിക്കപ്പെടണം. ജൂലൈ 13-ന് അതിതീവ്ര മഴ ഉണ്ടായപ്പോഴും മുൻകരുതൽ നടപടികൾ ഉണ്ടായിരുന്നില്ല. വയനാട്ടിലെ ദുരന്തത്തിലും സമാനമായ സ്ഥിതിയായിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ചെറുപുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ചത് വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവ് കൂടിയാണെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.